ഇവിടെ ഒരു കല്യാണ ചെക്കനെ ഒരുപാട് ബ്രൈഡ്സ് നട ഓടിക്കൂടി ഓടിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അവനെ കല്യാണം കഴിക്കാൻ ഈ പെണ്ണുങ്ങളൊക്കെ റെഡിയാണ്. അയാളാണെങ്കിൽ ജീവനം കൊണ്ട് അവർക്ക് പിടികൊടുക്കാതെ അവിടെ ഓടുന്നു. ആ പെണ്ണുങ്ങളാണെങ്കിൽ അവൻ എവിടെ കൂടിയാലും വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ നാട്ടിലെ തെരുവ് ഫുള്ള് വെഡിങ് ഗൗൺ ഇട്ട പെണ്ണുങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവനും ഓരോ റോഡിൽ കൂടി ഓടി അടുത്ത റോഡിലേക്ക് എൻട്രി ആയിക്കൊണ്ടേയിരുന്നു. പക്ഷെ എവിടെ നോക്കിയാലും കല്യാണ പെണ്ണുങ്ങൾ വന്ന് അവനെ പൊതിയുന്നു. അപ്പൊ ഈ സിറ്റിയിലുള്ള പെണ്ണുങ്ങൾ എന്തുകൊണ്ട് അവന്റെ പുറകെ ഇങ്ങനെ പ്രാന്ത് പിടിച്ചോലെ ഓടുന്നെന്ന് വെച്ചാൽ അതിനൊരു വലിയ റീസൺ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഓടുന്നവൻ മുത്തശ്ശൻ അവന് വേണ്ടി $100 മില്യൺ മതിപ്പുള്ള സ്വത്ത് എഴുതി കൊടുത്തിട്ട് മരിച്ചുപോയി എന്നൊരു കണ്ടീഷനും കൂടി പുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ അവന്റെ 30ാമത്തെ ബർത്ത്ഡേ അന്ന് കറക്റ്റ് ആയിട്ട് 6/5 അവനൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം. പറഞ്ഞ പോലെ ഇന്നാണ് അവന്റെ 30ാമത്തെ ബർത്ത്ഡേ. എന്നാ അവന്റെ ഫ്രണ്ട് ഈ കാര്യങ്ങളൊക്കെ പത്രത്തിൽ കൊടുത്ത് ഒരു വാർത്തയാക്കി മാറ്റി. പിറ്റേന്ന് ന്യൂസ് പേപ്പർ കണ്ട പെണ്ണുങ്ങളെല്ലാം കൂടി അവന് കല്യാണം കഴിച്ച് പണക്കാരിയാകാന്ന് പറഞ്ഞ് ചർച്ചിലേക്ക് വരുന്നു. എന്താ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവന് വേറൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് വന്ന പെണ്ണുങ്ങൾ ആരെയും കല്യാണം കഴിക്കാൻ അവന് താല്പര്യമേ ഇല്ല. അപ്പൊ ചർച്ചിൽ വെച്ച് അവൻ എത്ര പറഞ്ഞിട്ടും ആ പെണ്ണുങ്ങൾക്ക് മനസ്സിലായില്ല. ശേഷം പോലീസ് വന്ന് പെണ്ണുങ്ങളെ തടയാന്ന് വെച്ച് നോക്കിയാല് പോലീസ് അവരുടെ നടുവിൽ ട്രാപ്പായി പോകുന്നു. ഇതും കൂടി കണ്ട് പേടിച്ചു വരാൻ 7 വഴി കയറി രക്ഷപ്പെട്ട് പോകാൻ നോക്കുകയാണ്. പെട്ടെന്ന് സെക്യൂരിറ്റി പെണ്ണുങ്ങളുടെ ഇടയിൽ കൂടി മറ്റൊരു പെണ്ണിനെ പൊക്കിക്കൊണ്ടുവരികയാണ്. അതാണ് വരന്റെ ലവർ. അങ്ങനെ അവളെ കണ്ട് ഹാപ്പി ആവാൻ അവസാനം എല്ലാ പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച് കാമുകിയെ കല്യാണം കഴിക്കുന്നു.